1,100,000 nice Mitram. Welcome to my channel. Subscribe. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വടക്കഞ്ചേരി ഷോറൂമിൽ നിന്നും ഞങ്ങൾക്ക് ഉണ്ടായ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞങ്ങൾ വടക്കഞ്ചേരി ഷോറൂമിൽ TV എടുക്കുവാനായി പോകുകയുണ്ടായി. അപ്പോൾ അവിടെയുള്ള അവർ ഞങ്ങളോട് ഒരു കെയറിങ്ങും ചെയ്തില്ല എന്നുള്ളതാണ്. വേറെ കുറെ കസ്റ്റമർ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു TV എടുക്കുവാനായിട്ട്. അവരെയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാൻ പോലും അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. ഞങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രധാരണയാണ് അവർക്ക് ഞങ്ങൾ TV എടുക്കുമെന്നുള്ള ഒരു ധാരണയ്ക്ക് എത്താതെ പോയത്. ഒരു വ്യക്തി ധരിക്കുന്ന വസ്ത്രത്തിനോട് നിങ്ങൾ നീതി പുലർത്തരുത്. ഒരു വ്യക്തി ധരിക്കുന്ന വസ്ത്രത്തിലല്ല അവർ എടുക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അവർ എടുക്കാൻ വന്നതാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്നവരോട് നല്ല രീതിയിൽ കെയർ ചെയ്ത് വേണ്ട പരിഗണന അവർക്ക് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ യാതൊരു കാരണവശാലും ഞങ്ങൾക്ക് തന്നില്ല. കുറച്ച് സമയം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു, എങ്കിലും നിങ്ങൾ ഞങ്ങളോട് യാതൊരു മൈൻഡും കാണിക്കാത്തതിന്റെ പക്ഷത്തിൽ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങുകയാണ് ഉണ്ടായത്. ഒന്നാമത്തത് ഓണത്തിന്റെ തിരക്കാണ്. TVയുടെ ഫുൾ നിയന്ത്രണം വഹിക്കുവാനായി അവിടെ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്നാലും മറ്റുള്ള കസ്റ്റമറെയൊക്കെ ആ വ്യക്തി കെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ ഞങ്ങൾ നോക്കുന്നത് TV ഏതാണ് എന്താണ് എന്ന് പോലും ഞങ്ങളോട് ചോദിക്കാനായി ആ വ്യക്തി വരികയുണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ കാരണം ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഡ്രസ്സ് തന്നെയാണ്. വേറെ ഒരു വ്യക്തി ഇട്ടിരിക്കുന്നതും ഇതേപോലെയുള്ള ഡ്രസ്സ് തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങൾ പോയവരെല്ലാവരും ധരിച്ചിരിക്കുന്ന വസ്ത്രം അവർക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്നുള്ളതിലാണ് ഞങ്ങളെ കെയർ ചെയ്യാതിരുന്നത്. ഞങ്ങൾ ക്യാഷുമായി TV എടുക്കുവാനായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങളെ പരിഗണിക്കാതെ ഇരുന്നതിനാൽ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി നേരെ അവിടെ നിന്നും പാലക്കാട് ഷോറൂമിൽ പോയി. അവിടെ എത്തിയതും നല്ല പരിഗണനയായിരുന്നു അവിടെയുള്ള ഷോപ്പുകാർ ചെയ്തത്. ഉടനെ ഞങ്ങൾ അവിടെ നിന്നും 32 ഇഞ്ച് TVയും എടുത്തിട്ടാണ് ഇങ്ങോട്ട് തിരികെ വന്നത്. അപ്പോൾ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അവർ എടുത്തോ എടുത്തില്ലയോ, നിങ്ങളുടെ സ്ഥാപനത്തിൽ ആര് കയറി വന്നാലും നല്ല രീതിയിലുള്ള കെയറിങ് കൊടുക്കുക. എന്നാൽ നിങ്ങളുടെ കസ്റ്റമറായി അവർ ഇന്ന് TV എടുത്തില്ലെങ്കിലും നാളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും അവർ ഉപകരണങ്ങൾ എടുക്കും. അതിനാൽ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ കഴിയുന്നവരെ അവിടെ വെക്കുക. ഇത് ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഫാൾട്ട് ഇനിയുള്ള ഷോപ്പുകാർക്ക് ആർക്കും വരാതിരിക്കുവാനായിട്ടാണ്. ഇവിടെ ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഒരു പോരായ്മയും കൂടി ഉണ്ട്. കാരണം ഒരുപാട് കസ്റ്റമർ ഓണത്തിന് വരുമ്പോൾ അവരെ കെയർ ചെയ്യാനായിട്ട് ഒന്നിൽ കൂടുതൽ ആളെ അവിടെ നിർത്തേണ്ടതുമാണ്. അപ്പോൾ അതും ഒരു പോരായ്മ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ കസ്റ്റമറെ എല്ലാവരും കെയർ ചെയ്യുവാനായിട്ട് റെഡിയാകുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നേരെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.